വടക്കൻ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി മറ്റൊരു വനിതാ MLA നിലവിൽ ഉള്ള വനിതാ MLA ജയിപ്പിച്ച വടകര KK രമയ്ക്ക് കഴിഞ്ഞ തവണത്തെ ഏറ്റവും വൈകാരികമായ വിജയങ്ങളിൽ ഒന്ന് വടകരയിലെ KK രമയുടെ വിജയമായിരുന്നു. KK രമയ്ക്ക് വടകരയിലെ ജനങ്ങൾ എത്ര മാർക്കിട്ടു? ഗുഡ് സ്കോർ, താരതമ്യേന വളരെ മികച്ച മാർക്കാണ്. 69.75. വടകരക്കാർ KK രമയോടുള്ള സ്നേഹവായ്പ ഇപ്പോഴും തുടരുകയാണ്. 53ാമത്തെ റാങ്കാണ് KK രമയ്ക്ക് വടകരക്കാർ നൽകിയിരിക്കുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ MLA വലിയ തീവ്രമായ വിരോധം ഉണ്ടാവില്ല പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇവിടെ സ്ട്രോങ് ആയിട്ട് ലെഫ്റ്റ് വോട്ട് ബാങ്ക് KK രമയെ അംഗീകരിക്കില്ല. അപ്പൊ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർ നൽകിയ മാർഗം 2-3-1 ആ രീതിയിലായിരിക്കാം. രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കലി വോട്ട് ചെയ്ത് കുറെ കൂടി പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ അത്ര ഉണ്ടായിട്ടും വടകര പോലെ മണ്ഡലത്തിൽ 70 സ്കോർ രമയ്ക്ക് കിട്ടുന്നു. വളരെ മികച്ച മാർക്കാണ്, ഗംഭീരമായ പ്രകടനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോ താമസം ഇല്ലാതെ തന്നെ എന്താണ് വടകര മണ്ഡലത്തിന്റെ ചിത്രം എന്നൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ KK രമ വിജയിച്ച വടകരയിൽ ഇത്തവണ എന്താണ് വടകരയുടെ രാഷ്ട്രീയ ചിത്രം? ഇത്തവണയും UDF 47.77, LDF-ന് 41.80, NDA-ക്ക് 10.43, 5.47 ലീഡ് UDF-ന് വടകരയിലുണ്ട്. ലെഫ്റ്റ് ക്യാമ്പ് ഇനിയും വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കേണ്ടി വരും തോന്നുന്നു അവിടെ വടകര ജയിച്ചു വരാനായിട്ട്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ വലിയ വിജയം ഉണ്ടായല്ലോ, അപ്പോഴും വടകര ജയിക്കാൻ സാധിക്കും. ഇപ്പോഴും ഒരു കംഫർട്ടബിൾ മാർജിൻ എന്ന് പറയാൻ പറ്റില്ല, 5.47 ഉള്ളൂ. അപ്പം ഈ പറയുന്ന കൂട്ട് കൃത്യമായി പൊളിറ്റിക്കലി അഭിപ്രായം പറഞ്ഞൊരു മണ്ഡലമാണ്. അല്ല, വളരെ ശക്തമായ മത്സരം കൊടുത്തു കഴിഞ്ഞാൽ KK രമയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ. വടകര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം. അവിടെ ജനതാദളും അല്ലെങ്കിൽ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ട്, ഈ RMP പോലെ സംവിധാനമുണ്ട്, CPM ഉണ്ട്, എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കും ഉള്ളൊരു ഈ ഇടതുപക്ഷക്കാരെല്ലാം LDF-ന്റെ സ്ഥാനാർത്ഥി അല്ല, അതില്ല, അതിന്റെയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല പെർഫോമൻസ് MLA കാഴ്ച വെച്ചിട്ടും ലീഡും കിട്ടിയില്ല. ഇപ്പം OR കേളൂരിന് മാർക്ക് കിട്ടുന്നതനുസരിച്ച് ലീഡും കൂടി. അപ്പം KK രമയെ സംബന്ധിച്ച് 70 എത്തി, പക്ഷെ അതനുസരിച്ച് അനുപാതികമായിട്ട് വോട്ടിൽ വർധന ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അവരെ പൊളിറ്റിക്കലി വോട്ട് ചെയ്യുന്നത് LDF-ന്റെ കാൻഡിഡേറ്റ് അനുസരിച്ചിരിക്കും മത്സരം. അതെ, LDF-ന്റെ വളരെ ശക്തനായ കാൻഡിഡേറ്റ് വരികയും അതിനനുസരിച്ച് CPM-ന്റെ സപ്പോർട്ടും ഉണ്ടാവണം. അതെ, KK രമയെ KK രമയെ തോൽപ്പിക്കാൻ CPM-ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ പറ്റിയ ഒരു കാൻഡിഡേറ്റ് വരികയും ഒരു ശക്തമായ മത്സരം നടക്കുകയും വേണം. അതാണ് വടകരയുടെ ചിത്രം. എന്തായാലും വടകരയിൽ KK രമയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡ് ഇപ്പോഴുണ്ട്. 5% മുകളിലുള്ള പ്ലസ് KK രമയെ